السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد. റൗദത്തുൽ ഇൽമിലെ ബഹുമാനരായ പണ്ഡിത സഹോദരങ്ങൾ, അസ്സമാഇലുൽ മുഹമ്മദിയ പാർട്ട് 10. ബാബു മാ ജാഅ ഫി ഖിലാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരച്ച മുടിക്ക് കളർ കൊടുത്തതിനെ സംബന്ധിച്ചു വന്ന ഹദീസുകൾ വിവരിക്കുന്ന ബാബ്. നരച്ച മുടിക്ക് മൈലാഞ്ചി കൊണ്ടും അതുപോലെയുള്ളത് കൊണ്ടൊക്കെ കളറ് കൊടുക്കൽ അനുവദനീയമാണ് എന്നു മാത്രമല്ല സുന്നത്തും കൂടിയാണ്. ഷാഫിഈ മദ്ഹബിൽ കറുപ്പല്ലാത്തത് കൊണ്ട് ഇങ്ങനെ നരച്ച മുടിക്ക് കളറ് കൊടുക്കൽ സുന്നത്താണ്. കറുപ്പല്ലാത്ത ഏത് കളറുമാവാം. കറുപ്പ് കൊണ്ട് കളറ് പിടിപ്പിക്കൽ അത് പ്രബല വീക്ഷണത്തിൽ ഹറാമുമാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിന്നാ കൊണ്ടും കതമ് കൊണ്ടും കളറ് കൊടുത്തിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. തൊട്ടു മുമ്പത്തെ അധ്യായത്തിൽ ബാബു മാ ജാ ഫി ശൈബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അധ്യായത്തിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഹിന്നാ കൊണ്ടും കതമ് കൊണ്ടും കളറ് കൊടുത്തിരുന്നു എന്ന ഹദീസ് വന്നിട്ടുണ്ട്. അവിടെ കതം എന്താണെന്നൊക്കെ വിശദീകരിച്ചതാണ്. അമരി ഇല എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഇലയാണ്. അത് ചിലപ്പോൾ കറുപ്പിനോട് സാദൃശ്യമായി വരുന്ന ഒരു കളറ്, എന്നാൽ കറുപ്പല്ല താനും, ചുവപ്പ് ഒന്നും കൂടി കട്ടി കൂടി. അപ്പോൾ കറുപ്പ് ആണല്ലോ പാടില്ലാത്തത്, അല്ലാത്ത നിലക്കുള്ള നിറം ആവാം. അപ്പോൾ റസൂലുള്ള ചിലപ്പോൾ ഹിന്നാവ് കൊണ്ടും ചിലപ്പോൾ കതമ് കൊണ്ടും, സിദ്ദീഖ് തങ്ങളും അപ്രകാരം ചെയ്യാറുണ്ട്. തനി കറുപ്പല്ല, ഹുംറത്തിലേക്ക് ചുവപ്പിലേക്ക് ചായുന്ന ആ ചുവപ്പിനെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളൊരു കറുപ്പ്. ഹിന്നാവ് കൊണ്ടാവുമ്പോൾ തനി ചുവപ്പ്. രണ്ടും കൂടി ഒന്നിച്ച് ഉപയോഗിച്ചാലും കറുപ്പല്ല ചുവപ്പല്ലാത്ത ഒരു നിറമാണ് വരിക. അങ്ങനെ വരുമ്പോഴും കുഴപ്പമില്ല. തനി കറുപ്പാകുമ്പോഴാണ് പ്രശ്നം. ബാജൂരി 65 ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. حدثنا أحمد بن منيع قال حدثنا حسين قال حدثنا عبد الملك بن عمير عن إياد بن لقيط قال أخبرني أبو رمثة قال അവർ പറയാണ്, അതൈത്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹിൻ്റെ റസൂലിലേക്ക് ഞാൻ ചെന്നു, മഅബിനില്ലി എനിക്കുള്ള കുട്ടിയോടുകൂടെ, എൻ്റെ കുട്ടിയെയും കൂട്ടിയിട്ട്. ഫഖാല, അപ്പോൾ റസൂലുള്ള ചോദിച്ചു, ഇബ്നുക ഹാദ, ഇത് നിൻ്റെ മകനാണോ എന്ന് ചോദിച്ചു. റസൂലുള്ള അങ്ങനെ ചോദിച്ചത് ഒന്നുകിൽ റസൂലുള്ളാഹിക്ക് ഈ കുട്ടിയെ സംബന്ധിച്ച് അറിയൂല, അതുകൊണ്ട് ചോദിച്ചതാണ്. അതല്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് അറിയാം, പക്ഷെ ഇതാണ് ആ കുട്ടി എന്നറിയൂല, അപ്പോൾ ചോദിച്ചതാണ്. ഏതോ ആകട്ടെ, ഫഖുൽതു, ഞാൻ പറഞ്ഞു, നഅം, അതെ, അഷ്ഹദു ബിഹി, ഇത് എൻ്റെ കുട്ടിയാണ്, ആണ് എന്നുള്ളത് കൊണ്ട്
ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അതല്ലെങ്കിൽ ഇഷ്ഹദ് ബിഹി, തങ്ങൾ എൻ്റെ മകനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ മേൽ തങ്ങൾ സാക്ഷിയാണ് ആകണം. അങ്ങനെയാവാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കാല, അപ്പോൾ റസൂലുള്ള പറഞ്ഞു ലാ യജ്നി അലൈക വലാ തജ്നി അലൈഹി, ആ കുട്ടി നിന്റെ മേലും അക്രമിയാകൂല, നീ ആ കുട്ടിയുടെ മേലും അക്രമിയാകൂല. വലാ തജ്നി അലൈഹി എന്ന് പറഞ്ഞാൽ ആ കുട്ടി ചെയ്യുന്ന അക്രമത്തിൻ്റെ പേരിൽ നിന്നെ ശിക്ഷിക്കപ്പെടൂല, നീ ചെയ്ത അക്രമത്തിൻ്റെ പേരിൽ ആ കുട്ടിയെയും ശിക്ഷിക്കപ്പെടുകയില്ല. ജിനായത്തുഹു അലൈഹി വ ജിനായത്തുക അലൈക, ആ കുട്ടി ചെയ്ത അക്രമത്തിൻ്റെ ശിക്ഷ ആ കുട്ടിയുടെ മേൽ തന്നെ, നീ ചെയ്തത് നിന്റെ മേൽ തന്നെയാണ്. അല്ലാതെ ലാ യുഖദു ഹാദാ ബിദംബിക വലാ തൂഖദു അന്ത ബിദംബിഹി, നീ ഒരു തെറ്റ് ചെയ്താൽ അതു കാരണമായി ആ കുട്ടിയെ പിടികൂടപ്പെടുകയില്ല, ശിക്ഷിക്കപ്പെടുകയില്ല. വലാ തൂഖദു അന്ത, നിന്നെയും പിടികൂടപ്പെടുകയില്ല, ശിക്ഷിക്കപ്പെടുകയില്ല. ബിദംബിഹി, ആ കുട്ടി ചെയ്ത തെറ്റ് കാരണമായി. വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ എന്ന പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ആ ഒരു ഉദ്ദേശമാണ് റസൂലുള്ള പറയുന്നത്. ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ഒരു നിയമമുണ്ട്, അതിനെ റസൂലുള്ള ഇല്ലാതെയാക്കിയതാണ്. മകൻ ചെയ്ത തെറ്റിന് വാപ്പയെ ശിക്ഷിക്കുക, വാപ്പ ചെയ്ത തെറ്റിന് മകനെ ശിക്ഷിക്കുക. ആ ഒരു ജാഹിലിയത്തിൻ്റെ കായിദയെ ശർഅ് ഇവിടെ പൊളിച്ചെഴുതുകയാണ്. വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഖാല, എന്നിട്ട് ഇവർ പറയാണ് വറഅയ്തു ശൈബ അഹ്മറ, അബൂ റിംസത്ത് എന്നൊരു പറയാണ് റസൂലുള്ളാഹിൻ്റെ നരച്ച മുടിയെ ഞാൻ കണ്ടു, അഹ്മറ, അത് കടുംചുവപ്പായിട്ട് കണ്ടു, കളർ കൊടുത്ത കാരണമായിട്ട്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ആ നരച്ച മുടി, ഒരു ഹാക്കിമിൻ്റെ റിവായത്തിലുള്ളത് ഷൈബുഹു അഹ്മറു മഖ്ദൂബും ബിൽ ഹിന്ന എന്നാണ്. റസൂലുള്ളാഹിൻ്റെ നര കടുംചുവപ്പാണ്, അത് മൊയ്ലാഞ്ച് കൊണ്ട് കളർ കൊടുക്കപ്പെട്ടതാണ്. ഖാല അബൂ ഈസ എന്നിവർ പറയുന്നു, തുർമുദി ഇമാം പറയുന്നു ഹാദാ അഹ്സനു ഷൈഇൻ റുവിയ ഫി ഹാദൽ ബാബി, ഈ ബാബിൽ റിവായത്ത് ചെയ്യപ്പെട്ട ഒന്നിൽ ഏറ്റവും മെച്ചമായ ഒരു ഹദീസാണ് ഇത്. വാബ്സറു, ഏറ്റവും കൂടുതൽ വിശദീകരണം നൽകുന്നതുമാണ്. ലി അന്ന റിവായാത്ത് സഹീഹത്ത, കാരണം സഹിഹായ റിവായത്തുകൾ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയ നബി തങ്ങൾ ലം യബ്ലുഗി ശൈബ, ധാരാളം നിരയിലേക്ക് എത്തിയിട്ടില്ല എന്നാണുള്ളത്. ഖിലാബ് ആവശ്യമാകും വിധം ധാരാളം നിരയിലേക്ക് എത്തിയിട്ടില്ല എന്ന് സഹിഹായ ഹദീസുകളിലുണ്ട്. അപ്പോൾ ഈ ഹദീസ് റസൂലുള്ള കളർ കൊടുത്തു എന്ന് വരുന്നതാണ്. അപ്പോൾ കുറഞ്ഞ നേരമെങ്കിലും കളർ കൊടുത്തിട്ടുണ്ട് എന്ന ആ രീതിയിൽ നമുക്ക് അംഗീകരിക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഈ വിഷയത്തിൽ ഈ പറഞ്ഞ ഹദീസ്. അബൂ റിംസത്ത ഇസ്മുഹു, അബൂ റിംസത്തിൻ്റെ പേര് റിഫാഅത്ത് ബിനു യസീബി തൈമിയു എന്നാണ്. അഫ്സറു എന്ന് പറഞ്ഞാൽ ഐ അക്സഫു അൻ ഹാലിഹി വ ഔളഹു എന്നാണ്. റസൂലുള്ളാഹിൻ്റെ അവസ്ഥയെ കൂടുതൽ വ്യക്തമായ അറിയിക്കൽ നൽകുന്ന ഒരു ഹദീസാണ് ഈ ഹദീസ് എന്നർത്ഥത്തിൽ. അടുത്ത ഹദീസ് حدثنا سفيان بن وكيع قال حدثنا أبي عن شريك عن عثمان بن موهب قال سئل أبو هريرة رضي الله عنه هل خلب رسول الله صلى الله عليه وسلم,
അള്ളാൻ്റെ റസൂല് മൈലാഞ്ചി കൊണ്ടോ അല്ലാത്തത് കൊണ്ടോ തൻ്റെ മുടിയെയോ മറ്റു സ്ഥലങ്ങളെയോ ചായം കൊടുത്തിട്ടുണ്ടോ, നിറം പിടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഖാല അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു നഅം, അതെ എന്ന് പറഞ്ഞു. ഖാല അബൂ ഈസ വറവ അബൂ അവാനത ഹാദൽ ഹദീസാൻ ഉസ്മാൻ ബിൻ അബ്ദുല്ലാഹി ബിൻ മൗഹബിൻ ഫഖാല അൻ ഉമ്മി സലമത്ത. ഉമ്മു സലമയെ തൊട്ടാണ് പറഞ്ഞത്. ഇനി അടുത്ത ഹദീസ്. حدثنا إبراهيم بن هارون قال أنبأنا النضر بن زرارة عن أبي جناب عن إياد بن لقيط عن الجهدمة امرأة بشير بن الخصاصية قالت, അവർ പറയാണ് അന റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹിൻ്റെ റസൂലിനെ കണ്ടു, യഖ്റുജു മിൻ ബൈത്തിഹി, തൻ്റെ റൂമിൽ നിന്ന്, വീട്ടിൽ നിന്ന് പുറത്തു വരുന്നതായിട്ട്. യംഫുദു റഅ്സഹു, റസൂലുള്ള തൻ്റെ തലയിലെ മുടിയെ കൈകൊണ്ട് തടയുന്നു, അതിൽ നിന്ന് വെള്ളം ഉറ്റി വീഴാൻ വേണ്ടി. വഖദ് ഇഗ്തസല, ഏതവസ്ഥയിൽ റസൂല കുളിച്ചിട്ടുണ്ട്. വബി റഅ്സിഹി റദ്ഉൻ മിൻ ഹിന്നാഇൻ, റസൂലുള്ളാൻ്റെ തലയിലുണ്ട് മൗലാഞ്ചിയുടെ ഒരു കളറ് ഉണ്ട്. ഔകാല റദ്ഉൻ ശക്ക ഫി ഹാദ അശ്ശൈഖു, ഈ റാവിയുടെ സംശയമാണ്. റദ്ഉ അതല്ലെങ്കിൽ പറഞ്ഞത് റദ്ഉ എന്നാണ്. അശ്ശൈഖ് ഇതിൽ സംശയിച്ചു എന്ന് പറഞ്ഞാൽ മുസന്നിഫിൻ്റെ ഷെയ്ഖ് ഈ സനദിൻ്റെ ആദ്യത്തിൽ പറഞ്ഞ ഇബ്രാഹിം ബിൻ ഹാറൂൻ എന്നവർക്കുള്ള സംശയമാണ്. റദ് ആണോ റദ്ഉ ആണോ, അർത്ഥം ഏതാണെങ്കിലും ഇത് തന്നെയാണ്. മൈലാഞ്ചിയുടെ ഒരു നിറം ഉണ്ടായിരുന്നു. റദ്ഉൻ എന്ന് പറയുമ്പോൾ അസറു സബിൻ വത്തീബിൻ എന്നർത്ഥം. കളറ് നൽകിയതിൻ്റെ ഒരു അടയാളം, ഒരു സുഗന്ധ വാസനയും ഒക്കെ ഉണ്ടായിരുന്നു റസൂലുള്ളാഹിൻ്റെ തലയിൽ. അത് മൈലാഞ്ചിനാൽ ഉള്ള ഒരു കളറ് കൊടുത്ത അടയാളവും ഒരു വാസനയും, നല്ല വാസന എന്നർത്ഥത്തിൽ. അൽ മവാഹിബുൽ ലദുന്നിയ്യൻ്റെ 70-ാമത്തെ പേജിൽ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. അടുത്ത ഹദീസ്. حدثنا عبد الله بن عبد الرحمن قال حدثنا عمرو بن عاصم قال حدثنا حماد بن سلمة قال حدثنا حميد عن أنس قال رأيت شعر رسول الله صلى الله عليه وسلم مخلوبا. അനസ് തങ്ങൾ പറയാണ്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുടിയെ ഞാൻ കണ്ടു മഖ്ലൂബൻ, ഐ മഖ്ലൂബൻ ബിൽ ഹിന്നാഇ വൽ കത്തമി. അങ്ങനെ ബുഖാരിൻ്റെ റിവായത്തിലുണ്ട്. ഹിന്നാവ് കൊണ്ടും കത്തമ കൊണ്ടും ഒക്കെ കളറ് കൊടുത്തതായിട്ട് ഞാൻ കണ്ടു. ഖാല ഹമ്മാദുൻ വഅഖ്ബറന അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് ബിൻ അഖീൽ ഖാല റഅയ്തു ശഅറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൻദ അനസ് ബിൻ മാലിക് മഖ്ലൂബ. ഈ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് ബിൻ അഖീൽ എന്നൊരു പറയാണ്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒരു മുടി അനസ് തങ്ങളുടെ അടുക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്, അത് കളർ കൊടുത്തതായിട്ട്, ഹിന്നാവ് കൊണ്ടും കത്തും കൊണ്ടൊക്കെ കളർ കൊടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഹമ്മാദ് എന്നവർ റിവായത്ത് ചെയ്യുന്ന ഹദീസിലുണ്ട്. അസ്ഫർ കൊണ്ടുള്ള ഖിലാബ് അതാണ് കൂടുതൽ നല്ലത്. അന്നൽ ഖിലാബ ബിൽ അസ്ഫരി മഹബൂബുൻ ലി അന്നഹു സുബ്ഹാനഹു വതആല അശാറ ഇലാ മദ്ഹിഹി ബിഖൗലിഹി ഇന്നഹാ ബഖറത്തുൻ സഫ്രാ ഫാഖിഉ ലൗനഹാ തസുറു നാദിരീൻ എന്ന അൽ ബഖറയിൽ
ബനൂ ഇസ്രായേലുകളോട് ബക്കറത്തിനെ സംബന്ധിച്ച് വിവരിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ സഫ്ര ആയ ബക്കറത്ത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അസ്ഫർ അള്ളാഹു തആല മദ്ഹ് ആയിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് നരച്ച മുടിക്കൊക്കെ കളർ കൊടുക്കുകയാണെങ്കിൽ അസ്ഫറാണ് നല്ലത്. വനുഖില അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന മൻ തലബ ഹാജത്തൻ ബിനഅലിൻ അസ്ഫറ ഖുളിയത്ത്. മഞ്ഞ ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഒരാവശ്യത്തിന് ഒരാൾ തേടിക്കഴിഞ്ഞാൽ ഖുളിയത്ത് ഓൻ്റെ ആവശ്യം വീട്ടപ്പെടും എന്നാണ്. കാരണം അന്ന ഹാജത്ത ബനി ഇസ്രായേല ഖുളിയത്ത് ബിജിൽദിൻ അസ്ഫറ. ബനു ഇസ്രായേലിൻ്റെ ആവശ്യം മഞ്ഞ തോല് കൊണ്ടാണ് വീട്ടപ്പെട്ടത്. ബക്കറത്തും സഫ്ര, അതിൻ്റെ ആ സഫ്ര ആയ ബക്കറത്തിൻ്റെ തോല് കൊണ്ടാണല്ലോ അവരുടെ ആവശ്യം നിറവേറിയത്. ഫയതഅക്കദു ജഅലു നഅലി മിനൽ അസ്ഫരി. അപ്പോൾ ചെരിപ്പ് അസ്ഫറിനാൽ ആക്കൽ ശക്തമായ സുന്നത്താണ്. വകാന അലിയുൻ യുറഗിബു ഫി ലുബ്സിൻ നിആലി സുഫരി. മഞ്ഞ ചെരുപ്പുകൾ ധരിക്കുന്നതിൽ പ്രേരണ നൽകിയിരുന്നു. ലിഅന്ന സുഫറത മിനൽ അൽവാനി സാറത്തി. അത് ഒരു സന്തോഷം നൽകുന്ന നിറങ്ങളിൽപ്പെട്ടതാണത്. അങ്ങനെ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസിലുള്ളത് അസ്സുഫറത്തു തബ്സുത്തു നഫ്സ വ തദ്ഹബുൽ ഹമ്മ. ഒരു നഫ്സിന് ഒരു വിശാലത നൽകും, അവൻ്റെ ഹമ്മിനെ അത് പോക്കിക്കളയും. വനഹ ഇബ്നു സുബൈരി വ യഹ്യ ഇബ്നു കസീരിൻ, ഇവരൊക്കെ നിരോധിച്ചിട്ടുണ്ട് അൻ ലിബാസിൻ നിആലി സുവദി, കറുത്ത ചെരുപ്പ്, അൻ ലിബാസിൻ നിആലി സൂദി, കറുത്ത ചെരുപ്പ് ധരിക്കലിനെ തൊട്ട്. ലിഅന്നഹ തഹുമ്മു, അത് ധരിക്കുന്ന ആളെ ഹമ്മിലാക്കുന്ന. وقال ابن حجر في الفتاوى وجاء يا معشر الأنصار حمروا أو صفروا وخالفوا أهل الكتاب. നിങ്ങൾ ചുവപ്പോ മഞ്ഞയോ നൽകുവീൻ, അഹ്ലു കിതാബിനോട് നിങ്ങൾ എതിരാവുകയും ചെയ്യുവീൻ. വകാന ഉസ്മാനു യുസഫിറു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മഞ്ഞ നിറമാണ് കൊടുക്കാറ്. അപ്പം ഇങ്ങനെയൊക്കെ ഈ മഞ്ഞ നിറത്തിന് കുറച്ച് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഹദീസുകളും ആസാറുകളും പണ്ഡിതാഭിപ്രായങ്ങളൊക്കെ വിവരിക്കപ്പെട്ടു കാണുന്നുണ്ട്. ഹാഷിയത്തുൽ ബാജൂരി 73-74. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മുടിയെ മൗലാഞ്ചി കൊണ്ടും കത്തുമ കൊണ്ടും ചായം കൊടുത്തു എന്ന ഹദീസുകളും വന്നിട്ടുണ്ട്. എന്നാൽ ചില ഹദീസുകളിൽ റസൂലുള്ളാഹി തങ്ങൾ ലം യുഗയ്യിർ ശൈബഹു, തൻ്റെ നിരയെ മാറ്റം വരുത്തിയിട്ടില്ല എന്നും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ചില ഹദീസുകളിൽ തന്നെ അള്ളാൻ്റെ റസൂല് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യബ്ലുഗി ശൈബ, അങ്ങനെയും വന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ രണ്ട് വിധത്തിൽ ഹദീസുകൾ ഇവിടെ വന്നു കാണാം. ഈ ഹദീസുകളെ ഒക്കെ ജംഅ് ചെയ്തുകൊണ്ട് നമ്മുടെ അയിമ്മത്ത് പറഞ്ഞത് ബി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ സബഗ ഫി വഖ്തിൻ വ തറകഹു ഫി മുഅ്ളമിൽ ഔഖാത്തി. ചില സമയങ്ങളിൽ നരച്ച മുടിക്ക് റസൂലുള്ള കളർ കൊടുത്തിട്ടുണ്ട്, എന്നാൽ അധിക സമയങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂൽ അത് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഫഅഖ്ബറ കുല്ലും ബിമാ റഅ, അപ്പോൾ ഓരോ റാവികളും അവരവർ കണ്ടതിനെ ഹദീസായിട്ട് വിവരം പറഞ്ഞതാണ്. റസൂലുള്ള നരച്ച മുടിയെ ചായം കൊടുത്തു എന്നത് ആ ചില സമയത്ത് റസൂലുള്ള അങ്ങനെ കൊടുക്കാറുണ്ട്, അത് കണ്ടപ്പോൾ അത് അങ്ങനെ പറഞ്ഞതാണ്. റസൂലുള്ളാഹിൻ്റെ മുടി കളർ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞത് അത് ഭൂരിഭാഗം സമയത്തും അങ്ങനെയാണ്, അത് കണ്ടവർ ആ നിലക്ക് പറഞ്ഞതാണ്.
വഹാദ തഹ്വീലു കൽ മുത്തഅയ്യൻ, ഈ ഒരു തഹ്വീൽ, ഇങ്ങനെ തഹ്വീൽ ചെയ്യൽ, ന്യായീകരണം കണ്ടെത്തൽ, അത് മുത്തഅയ്യനാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ പറയണം, അല്ലാതെ ശരിയാവൂല. അപ്പോൾ ഈ നിലക്കാണ് ഇത്തരം ഹദീസുകളെ ഇവിടെ തഹ്വീൽ ചെയ്യേണ്ടത്. അൽ മവാഹിബുൽ ലദുന്നിയ എന്ന് പറഞ്ഞ ബാജൂരി അതിൻ്റെ 70-ാമത്തെ പേജിൽ. അഞ്ജനക്കല്ല് എന്നുള്ളതിനെ സംബന്ധിച്ച് കാണാം, ഹജറുൽ കുഹലി അൽ മഅദനിയുൽ മഅറൂഫു, അത് അറിയപ്പെട്ട ഈ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന തരത്തിലുള്ളൊരു കല്ലാണ്. അതിൻ്റെ മഅദന് മശ്രിഖിലാണ്, കിഴക്കൻ രാജ്യങ്ങളിലാണ് ഇതിൻ്റെ ഉറവിടം ഉള്ളത്. വഹുവ അസ്വദു യുളറബു ഇലാ ഹുംറത്തിൻ, ചുവപ്പിലേക്ക് ചായ്വുള്ള കറുത്ത കല്ല് എന്നാണ്. ഇത് ഈ കണ്ണിനെ ശക്തിപ്പെടുത്തും. പ്രത്യേകിച്ച് അല്പം കസ്തൂരി അതിൽ ചേർത്തിക്കൊണ്ട് തേക്കുമ്പോൾ. അതുപോലെ ഈ വമ, കണ്ണിൻ്റെ നേരെ മേൽഭാഗത്തുള്ള പോളമുള്ള മുടി വമ, അതിനെ മുളപ്പിക്കുകയും ചെയ്യും. ഇവിടെ ബാജൂരി കാണാം, ഇത് സുറുമയിട്ട് പതിവുള്ള ആളുകൾ ഇങ്ങനെ സുറുമയിടുമ്പോഴാണ് ഈ പറയുന്നത്. പതിവായി ചെയ്യാത്ത ഒരാൾ ഒരു ദിവസം പൊടുന്നനെ അങ്ങനെ സുറുമയിട്ട് കഴിഞ്ഞാൽ അവൻ്റെ കണ്ണിന് കേട് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഈ കണ്ണിൽ ദണ്ണം എന്ന് പറയുന്ന റമദ് ബാധിക്കും എന്നൊക്കെ കാണാം. ഏതായാലും നല്ലതാണ് മൊത്തത്തിൽ, പക്ഷേ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഗുണവശങ്ങളൊക്കെ ആലോചിച്ച് വേണം ചെയ്യാനെന്നർത്ഥം. ഹദ്ദസന അബ്ദുല്ലാഹി ബിൻ സബ്ബാഹിൽ ഹാഷിമിയുൽ ബസ്രിയു ഖാല ഹദ്ദസന ഉബൈദുല്ലാഹി ബിൻ മൂസ ഖാല ഹദ്ദസന ഇസ്രായീൽ വൻ അബ്ബാദ് ബിൻ മൻസൂരിൻ. ഹ എന്ന് പറഞ്ഞാൽ അത് തഹ്വീൽ എന്നതിലേക്ക് ഇഷാറത്ത. ഒരു റിവായത്തിൻ്റെ ഒരു പരമ്പരയിൽ നിന്നും മറ്റൊരു പരമ്പരയിലേക്ക് തഹ്വീൽ തെറ്റുക, അതിനാണ് ആ തഹ്വീൽ എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് പ്രയോഗമാണ് ഹ. വഹദ്ദസന അലി ബിൻ ഹുജ്രിൻ ഖാല ഹദ്ദസന യസീദ് ബിൻ ഹാറൂന ഖാല ഹദ്ദസന അബ്ബാദ് ബിൻ മൻസൂരിൻ അൻ ഇക്രിമത അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വഅൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യക്തഹിലു ഖബ്ല യനാമ ബിൽ ഇസ്മിദി സലാസൻ ഫീ കുല്ലി ഐനിൻ. ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഇസ്മിദ് കൊണ്ട് ഓരോ കണ്ണിലും 3 വട്ടം സുർമയിട്ടിരുന്നു. وقال يزيد بن هارون في حديثه إن النبي صلى الله عليه وسلم كانت له مكحلة يكتحل منها عند النوم ثلاثا في كل عين. ഒരു സുർമക്കുറ്റി ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഉറങ്ങുന്ന സമയത്ത് ഓരോ കണ്ണിലും 3 വട്ടം സുർമയിടുമായിരുന്നു. അടുത്ത ഹദീസ് അൻ ജാബിരിൻ ഹുവ ഇബ്നു അബ്ദുല്ലാഹി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക്കും ബിൽ ഇസ്മിദി ഇൻദ നൗമി ഫഇന്നഹു യജ്ലുൽ ബസറ വയുംബിതു ശഅറ. മേൽ പറഞ്ഞർത്ഥം തന്നെ. നിങ്ങൾ ഇസ്മിദിനെ നിർബന്ധമാക്കണം, അത് ഉറങ്ങുന്ന സമയത്ത് അത് കണ്ണിനെ ശക്തിപ്പെടുത്തുകയും മുടിയെ മുളപ്പിക്കുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അടുത്ത ഹദീസ് ഹദ്ദസന ഖുതൈബത്ത് ബിൻ സഈദ് അങ്ങനെ പറഞ്ഞു പോയി. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വഅൻഹും ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഖൈറ അക്ഹാലിക്കുമുൽ ഇസ്മിദു. നിശ്ചയം നിങ്ങൾ സുർമയിടുന്നവയിൽ ഏറ്റവും നല്ലത് ഇസ്മിദാണ്. യജ്ലുൽ ബസറ വയുംബിതു ശഅറ. അടുത്ത ഹദീസ് അൻ ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക്കും ബിൽ ഇസ്മിദി ഫഇന്നഹു യജ്ലുൽ ബസറ വയുംബിതു ശഅറ.
മേൽ പറഞ്ഞ അതേ വിശദീകരണം തന്നെ. മഞ്ഞ നിറത്തെ സംബന്ധിച്ചുള്ള ഈ വിവരണം ജംഉൽ വസായിലിലും അതുപോലെ മുനാവിയിലൊക്കെ കൊടുത്തു കാണുന്നുണ്ട്. ബാബു മാ ജാഅ ഫീ കുഹ്ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് സുർമ ഇട്ടതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ. حدثنا محمد بن حميد الرازي قال حدثنا أبو داود الطيالسي عن عباد بن منصور عن كلمة عن ابن عباس رضي الله عنهما وعنهم أن النبي صلى الله عليه وسلم റസൂലുള്ള പറഞ്ഞു, ഇക്തഹിലു ബിൽ ഇസ്മിദി, നിങ്ങൾ ഇസ്മിദ് കൊണ്ട് സുറുമയിടുവീൻ. ഇസ്മിദ് നീല അഞ്ജനക്കല്ല് എന്നാണ് അതിന് അർത്ഥം നൽകപ്പെട്ടിട്ടുള്ളത്. ഇന്നഹു യജ്ലുൽ ബസറ വയുംബിതു ശഅറ, ഇത് കണ്ണിനെ ശക്തിപ്പെടുത്തും. അതുപോലെ വയുംബിതു ശഅറ, കണ്ണിൻ്റെ ഈ ഒമകളുടെ മുടിയെ മുളപ്പിക്കുകയും ചെയ്യും. ഇതാണ് ഈ കല്ല്, അഞ്ജനക്കല്ല് കൊണ്ടുള്ള സുർമയിടുന്നതിലെ പ്രത്യേകത. വസഅമ, ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, സഅമ എന്ന വാക്ക് പറഞ്ഞു എന്ന അർത്ഥത്തിലാണ് ഇവിടെ പറയൽ. കേവലം ഒരു വാദിച്ചു എന്ന അർത്ഥത്തിലല്ല. വൽ മുറാദു മിന സഅമി അൽ ഖൗലുൽ മുഹഖഖു ഫസഅമ ബിമഅന ഖാല, ഖാലിൻ്റെ മഅനാക്കാണ് ഇവിടെ. സാധാരണ സഅമ എന്നുള്ളതിൻ്റെ അധികരിച്ച ഉപയോഗവും സംശയിക്കപ്പെടുന്ന ഒരു കാര്യത്തിലാണെങ്കിലും ഇവിടെ ഹദീസിൻ്റെ വിഷയത്തിൽ ഇവിടെ സഅമ എന്നൊക്കെ പറയുമ്പോൾ ഖാല എന്ന അർത്ഥത്തിലാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാനത്ത് ലഹു മുഖുലത്തുൻ, റസൂലുള്ളാഹിക്ക് സുർമക്കുറ്റി ഉണ്ടായിരുന്നു. യക്തഹിലു മിൻഹാ കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും ഉറങ്ങുന്നതിന് മുമ്പ് റസൂലുള്ള അതിൽ നിന്ന് സുർമയിടും. സലാസത്തൻ ഫി ഹാദിഹി വ സലാസത്തൻ ഫി ഹാദിഹി, ഈ കണ്ണിലും 3 ആ കണ്ണിലും 3 എന്നിങ്ങനെ റസൂലുള്ള ചെയ്യാറുണ്ട്. ഈ കണ്ണിലും 3 ആ കണ്ണിലും 3 എന്ന് പറഞ്ഞാൽ ഐ സലാസത്തൻ മുതവാലിയത്തൻ ഫിൽ യുംന, വലത്തെ കണ്ണിൽ തുടർച്ചയായി 3 വട്ടം. സലാസത്തൻ കദാലിക ഫിൽ യുസ്ര, ഇടത് കണ്ണിലും അപ്രകാരം 3 വട്ടം. ഫയുസന്നു ഫി തയാമുന, അപ്പോൾ സുർമ ഇടുന്നതിൽ വലത് കണ്ണിൽ ആദ്യം ഇടുക. കാരണം അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഹിബ്ബു തയമ്മുന ഫി ശൈനിഹി കുല്ലി, റസൂലുള്ളാഹിൻ്റെ ഏത് വിഷയത്തിലും വലത് മുന്തിക്ക എന്നുള്ള റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഇനി ഈ വലത് മുന്തിക്ക എന്ന ആ സുന്നത്ത് വലത് കണ്ണിൽ 1 വട്ടം, പിന്നെ അടുത്തത് 1 വട്ടം ഇടത്, അങ്ങനെ 2ാം വട്ടം വലത്, പിന്നെ അടുത്തത് ഇടത്, 3ാം വട്ടം പ്രകാരം അങ്ങനെ ചെയ്താൽ കിട്ടുമോ? അതല്ല 3 വട്ടവും ഒന്നിച്ച് വലത് കണ്ണിൽ ചെയ്തിട്ട് പിന്നെ അങ്ങനെ 2ാമത് ഇടത് കണ്ണിൽ 3 വട്ടം ചെയ്യുക എന്നുള്ളത് വേണോ? ളാഹിർ അപ്രകാരമാണ്. ആദ്യം 3 വട്ടം വലത് കണ്ണിൽ ചെയ്യുക, പിന്നെ 3 വട്ടം ഇടതിൽ ചെയ്യുക എന്നുള്ളതാണ്. ഉളൂയിലൊക്കെ വലത് മുന്തിക്കുക ഇടത് മുന്തിക്കുക എന്ന് പറഞ്ഞാൽ 3 കഴിഞ്ഞിട്ടാണല്ലോ അടുത്ത ഇടതിലേക്ക് പോവുക. അല്ലാത്ത നിലക്ക് ചെയ്താലും കരസ്ഥമാവും, അങ്ങനെയും സാധ്യതയുണ്ട്. ഏതായാലും റസൂലുള്ളാഹി ഇങ്ങനെ 3 വട്ടം വലത് കണ്ണിലും 3 വട്ടം ഇടത് കണ്ണിലും ചെയ്യാറുണ്ട്. സുർമകളിൽ ഏറ്റവും ഉത്തമമായത് ഇസ്മിതാണെന്ന് പറഞ്ഞിടത്ത് കാണാം, യാതൊരു കുഴപ്പവുമില്ലാത്ത കണ്ണുകൾക്കാണ് അത് നല്ലത്. വൽ മുഖാത്തബു ബിദാലിക അൽ അസിഹാഉ, നല്ല ആരോഗ്യമുള്ള കണ്ണുകൾക്ക്. നേരെ മറിച്ച് അമ്മൽ ഐനുൽ മരീദത്തു, രോഗമുള്ള കണ്ണാണെങ്കിൽ ഫഖദ് യകൂനു ഗൈറുൽ ഇസ്മിദി ഖൈറൻ ലഹ, ആ കണ്ണിന് ഇസ്മിദ് ആവൂല ഉത്തമമായത് വേറെ സുർമയ്ക്കാരം.
ബൽ റുബമ ലർറഹ, തന്നെയുമല്ല ചിലപ്പോൾ ഈ ഇസ്മിത് രോഗമുള്ള കണ്ണാണെങ്കിൽ അതിനെ പ്രയാസപ്പെടുത്തുകയാണ് ചെയ്യുക. റുബമ ലർറഹൽ ഇസ്മിതു. ثم رأيت الأسقلاني قال خيريته باعتبار حفظه صحة العين. കണ്ണിൻ്റെ ആരോഗ്യത്തെ അത് സൂക്ഷിക്കുന്നു എന്ന പരിഗണന വെച്ചുകൊണ്ടാണ് ഉത്തമമായതാണെന്ന് പറഞ്ഞത്. ലാഫി ഇമ്രാദിഹ, ആ കണ്ണിന് രോഗം വരുത്തും എന്നുള്ള നിലക്ക് നോക്കിയിട്ട് ചിലപ്പോൾ കണ്ണിന് ഇസ്മിത് രോഗം വരുത്തും. ചില കണ്ണുകൾക്ക് ഇസ്മിത് ചെന്നാൽ ചെങ്കണ്ണ് രോഗം വരാൻ സാധ്യതയുണ്ട്. ഇതിൽ ഇക്തിഹാലു ബിഹി ലാ യുവാഫിഖു റമദ, ചെങ്കണ്ണിനോട് ഈ ഇസ്മിത് കൊണ്ടുള്ള സുറുമയിടൽ യോജിക്കൂല എന്നാണ്. അപ്പോൾ സുറുമ ഏതാണ് തൻ്റെ കണ്ണിന് നല്ലത് എന്നൊക്കെ ആലോചിച്ചും അന്വേഷിച്ചുമൊക്കെ വേണം അത് ഉപയോഗിക്കാൻ. ചിലപ്പോൾ ചില കണ്ണുകൾക്ക് പറ്റാതെ വരികയാണെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ശരിയായ ആ കാര്യങ്ങൾ വിശദീകരിച്ചതാണ്, എല്ലാ കണ്ണുകളുടെയും അവസ്ഥ നോക്കി പറഞ്ഞതല്ല. ഹാസിയത്തുൽ ബാജൂരിയിലും അതുപോലെ ജമ്മുൽ വസായിലും മുനാവിയിലൊക്കെ ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് കാണുന്നുണ്ട്.